സാരമായി പരിക്കേറ്റ സുമനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ഇറാൻ അമേരിക്ക ചർച്ച ഉടൻ എന്ന് സൂചന. ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനെത്തിയ പാകിസ്ഥാൻ പ്രതിനിധി സംഘം ടെഹ്റാനിൽ തുടരുകയാണ്. 2 ദിവസത്തിനകം ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടക്കുമെന്നാണ് സൂചന. അതേസമയം ഹോർമൂസിൽ അമേരിക്കൻ ഉപരോധം തുടരുകയാണ്. ആന്റണി ജിസ്റ്റോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും സമാധാനം പുലരട്ടെ എന്നൊരു ആഗ്രഹത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട 2ാം ഘട്ട ചർച്ച, അമേരിക്ക ഇറാൻ ചർച്ച വീണ്ടും നടക്കുന്ന സൂചനകൾ എന്തായിരിക്കാം ഇനി സംഭവിക്കാനിരിക്കുന്നത്? തീർച്ചയായും ലോകം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സമാധാനത്തിലേക്ക്, ഒരു ശാശ്വതമായ സമാധാനത്തിലേക്ക് ലോകം പോകുന്ന ആ ഒരു സമയത്തിനായി. നമുക്കറിയാവുന്ന പോലെ 2 ആഴ്ചത്തെ വെടിനിർത്തലാണ് ഇപ്പോൾ ഇറാനിൽ ഉള്ളത്. അതിന് പുറമെ ഒരു ശാശ്വതമായ പരിഹാരമാണ് ഇറാനിൽ ആവശ്യം. നേരത്തെ ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ചർച്ച ഇസ്ലാമാബാദിൽ ഇറാനും അമേരിക്കയും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടത്തിയിരുന്നു. പക്ഷേ അത് സമവായമാകാതെ പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ചർച്ചകൾക്കുള്ള വാതിലുകൾ അടയുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം അത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ചർച്ചയ്ക്ക് തയ്യാറാണ്, ഇസ്ലാമാബാദിലേക്ക് പോകാൻ തയ്യാറാണ്. ഈ ആഴ്ച തന്നെ ചർച്ച ഇറാനുമായി നടത്തും എന്നുള്ള കാര്യം വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. ഏതായാലും അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. ഈ ഇറാനിലേക്ക് പാകിസ്ഥാൻ ഈ ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ ടെഹ്റാനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അടക്കമുള്ളവരുമായി ചർച്ച നടത്തുകയും ചെയ്തു. അത്തരത്തിൽ കൂടുതൽ നേതാക്കളുമായി ചർച്ച നടത്തിക്കൊണ്ട് ഇതിലൊരു സമവായം എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. അതായത് ഈ അമേരിക്ക മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളിൽ നിലവിൽ ഇറാൻ യോജിക്കുന്ന ഒരു സാഹചര്യമില്ല. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു സമവായം എത്തിക്കുക എന്നുള്ളതാണ് ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇറാൻ അത്തരം കാര്യങ്ങളിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ടെഹ്റാനിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇറാന്റെ നിലപാട് ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണെന്നുള്ള കാര്യം ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഈ അമേരിക്ക മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളിലുള്ള വിയോജിപ്പുകൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അത് ഒരു സമവായത്തിലെത്തിക്കാനുള്ള നീക്കം വളരെ കാര്യക്ഷമമായി തന്നെ ടെഹ്റാനിൽ തുടരുകയാണ്. പാകിസ്ഥാനാണ് അതിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ചർച്ചകൾ ഒരു സമവായത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ സ്വാഭാവികമായും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചയ്ക്ക് അത് വഴിയൊരുങ്ങും. അങ്ങനെയെങ്കിൽ 2 ദിവസത്തിനകം തന്നെ ചർച്ച നടക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ചർച്ച നടന്നതുപോലെ തന്നെ ഇസ്ലാമാബാദ് തന്നെയായിരിക്കും ഈ ചർച്ചയ്ക്ക് വേദിയാവുക. അമേരിക്കയ്ക്കും ഇസ്ലാമാബാദിൽ ചർച്ചയ്ക്ക് എത്താൻ തന്നെയാണ് താല്പര്യമെന്ന് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഇസ്ലാമാബാദിൽ തന്നെയായിരിക്കും ഈ ചർച്ച നടക്കുക. അത് 2 ദിവസത്തിനകം തന്നെ നടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ ഹോർമൂസിൽ ഇപ്പോഴും പ്രതിസന്ധി തുടരുകയാണ്. ഹോർമൂസിൽ ഉപരോധം അമേരിക്ക തുടരുന്നൊരു സാഹചര്യം ഉണ്ട്. അവിടെ മറ്റ് ഇറാൻ കപ്പലുകളിലെ പുറത്തേക്ക് വിടുന്ന സാഹചര്യം അടക്കം നിലവിലില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യമൊക്കെ മാറി ഹോർമൂസ് ശാന്തമാകുന്ന ഒരു സമയം. അത് അങ്ങനെയെങ്കിൽ അത് ലോകത്തെ സംബന്ധിച്ച് വാണിജ്യ മേഖലയിലൊക്കെ വലിയ ഉണർവ്, സകല മേഖലകളിലും സാമ്പത്തിക മേഖലയിലൊക്കെ വലിയ ഉണർവ് വരുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഈ 2 ദിവസത്തിനകം ചർച്ച നടക്കും എന്നുള്ള ആ ഒരു വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ വിപണിയിലടക്കം വലിയ ഉണർവും ഉണ്ട്. ഏതായാലും അമേരിക്കയുടെ ഉപരോധം ഇപ്പോഴും ഹോർമൂസിൽ ശക്തമായി തുടരുകയാണ്. ഏതായാലും അതിനെതിരെ ഇറാൻ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇറാൻ കപ്പലുകൾ തടയുന്ന സാഹചര്യം ഉണ്ടായാൽ അമേരിക്കൻ കപ്പലുകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഇറാൻ ഇതിനിടയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ചർച്ചകൾ 2 ദിവസത്തിനകം ഉണ്ടാകും. ആന്റണി, അതുപോലെ തന്നെ ഹോർമൂസിൽ അമേരിക്ക ഉപരോധം തുടരുന്ന സാഹചര്യം, ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷം അടക്കം ഉണ്ടായ സമയം മുതൽ നമ്മളെ ഇന്ത്യയിലും കൂടി അത് ബാധിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള ഇളവ്, ട്രംപ് ഇന്ത്യക്ക് നൽകിയ ഇളവ് 19-ാം തീയതി അവസാനിക്കാനിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഇളവ് പുതുക്കി നൽകില്ല എന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം കൂടി ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും ഇനിയൊരു അടുത്ത നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുക? തീർച്ചയായും അത് ഇന്ത്യ ഇക്കാര്യത്തിൽ നിലപാട് തീരുമാനിക്കും. സ്വാഭാവികമായും ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അന്ന് ഇത്തരത്തിലൊരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നിലവിൽ ലോകത്ത് ഇല്ല. ഇറാനുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ അന്നില്ല. എണ്ണ
കിട്ടുന്നതിലടക്കം ഇന്ത്യക്ക് വലിയ പ്രതിസന്ധികൾ അന്ന് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നിലവിൽ വലിയ പ്രതിസന്ധി ഇന്ത്യ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് LPG അടക്കമുള്ള ഈ എണ്ണ ഇന്ത്യയിലേക്ക് എത്തുന്ന കാര്യത്തിൽ നമ്മൾ കൂടുതലായി ആശ്രയിക്കുന്നത് ആ ഭാഗത്തു നിന്നായതുകൊണ്ട് തന്നെ ഈ ഹോർമൂസിലെ ഇത് വലിയ രീതിയിൽ പ്രതിസന്ധി നിലവിൽ സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ അന്ന് ഈ യുഎസുമായി വ്യാപാര കരാർ എത്തിയ ഘട്ടത്തിലാണ് ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാനുള്ള ഒരു നീക്കം. അതിപ്പോഴും കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ല. ഏതായാലും ഈ പ്രതിസന്ധി വന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇളവ് യു.എസ്. ഇന്ത്യക്ക് അനുവദിക്കുന്നത്. നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കോളൂ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതിനുള്ള ഇളവ് അമേരിക്ക നൽകുന്നത്. ഏതായാലും ആ ഇളവ് ഈ മാസം 19 വരെയാണ് അമേരിക്ക നൽകിയിരുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യയുടെ നടപടി എന്താണ് എന്നുള്ളത് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അധിക ചുങ്കമടക്കം ചുമത്തിയാണ് അന്ന് ഈ അമേരിക്ക ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിനെ ശക്തമായി എതിർത്തത്. ഏതായാലും അതിന് പിന്നാലെ തന്നെ വ്യാപാര കരാർ യാഥാർത്ഥ്യമായ പശ്ചാത്തലത്തിൽ ആ നികുതിയൊക്കെ എടുത്ത് കളയുകയും ചെയ്തിരുന്നു. പിന്നീട് ഇന്ത്യൻ കമ്പനികൾ അവിടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഹോർമൂസിൽ ഈ ഇറാൻ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ പിന്നീട് അതിലൊരു ഇളവ് അനുവദിക്കുകയാണ് അമേരിക്ക ചെയ്തത്. ഏതായാലും ആ ഇളവ് 19 വരെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നീട്ടില്ല എന്നുള്ള നിലപാടിലേക്ക് അമേരിക്ക എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. സ്വാഭാവികമായും നിലവിലെ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇന്ത്യക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇന്ത്യ അത് വാങ്ങുന്നത് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വ്യക്തമാണ്. ആന്റണി ജി ജോർജാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.